ഈ പടം ഇറക്കണ്ടായിരുന്നു. ഇന്ത്യൻ ഫസ്റ്റിന്റെ ഉള്ള വില കൂടി പോയി ഉറങ്ങിയാ മതിയായിരുന്നു. പടം കാണാൻ വേണ്ടി 6 മണിക്ക് എന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് കൊണ്ടുവന്നു. ക്രിഞ്ച് സിനിമ ഭയങ്കര പൊട്ട സിനിമയിൽ. മാക്സിമം 1 വീക്ക് അതിലുള്ള പടം വാഷൗട്ടാവും. ആവറേജ് ഉള്ള പടം. കുഴപ്പമില്ല, പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഇന്ത്യൻ വണ്ണിന്റെ അത്രയൊന്നും വരില്ല. വളരെ മോശമാട്ടോ. ഈ പടം ഇറക്കണ്ടായിരുന്നു. ഇന്ത്യൻ ഫസ്റ്റിന്റെ ഉള്ള വില കൂടി പോയി. ആവറേജ് ഉള്ള ഫസ്റ്റിലത്തെ ഒരു വലിയ പടം. ഞാൻ ട്രൂ കമലഹാസൻ ഫാനാണ്, ഡൈഹാർഡ് കമലഹാസൻ ഫാനാണ്. പക്ഷെ എന്നെ ശരിക്കും നിരാശപ്പെടുത്തി. പടത്തിലൊന്നുമില്ല. നമ്മൾ ഇന്ത്യൻ ഫസ്റ്റ് കണ്ടിട്ട് ഈ പടം കാണാൻ വേണ്ടി 6 മണിക്ക് എന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് കൊണ്ടുവന്നു. കാരണം നമ്മള് ശങ്കറിന് കമലഹാസൻ തന്നെ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഭയങ്കര മോശം സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ ശങ്കർ ഇനി അപ്ഡേറ്റ് ആവാനുണ്ട്. ഇതൊന്നും ഒരു സാധാരണ പ്രശ്നം ഒരിക്കലും തയ്ക്കില്ല. മാക്സിമം 1 വീക്ക് അതിലുള്ള പടം വാഷൗട്ടാവും. പെർഫോമൻസ് കമലഹാസന്റെ കുഴപ്പമില്ല തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അടുത്ത ഭാഗത്തുള്ള ലീഡ് ഇട്ടുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല, ആളുണ്ടാവില്ല. അത്രയും മോശമായിട്ട് ക്രിഞ്ച് ഇല്ലില്ല, കുഴപ്പമില്ല. ഫസ്റ്റ് പാട്ടിന്റെ ഒരു ലെവലൊന്നും നമുക്ക് എത്തിയിട്ടില്ല. എന്നാലും ലാസ്റ്റിൽ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു ഹോപ്പാണ്. പക്ഷെ എന്നിരുന്നാലും മേക്കിംഗ് വൈസ് കുഴപ്പമില്ല, സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര വീക്കാണ്. ഓവറോൾ കുഴപ്പമില്ല. മോശമല്ല, ഭയങ്കര മോശം. കുഴപ്പമില്ല. ആകെ മോശമാണ്. കഥയല്ല ഉറക്കം പോയി. ഉറങ്ങിയാ മതിയായിരുന്നു. നന്നായിട്ടുണ്ട് പടം. നന്നായിട്ട് സെക്കൻഡ് ഹാഫ് വളരെ രസമായിട്ടുണ്ട് പടം. അവിടെ അതിന്റെ ഏറ്റവും നന്നായിട്ടുള്ള 2025 ഇന്ത്യൻ 3 വീണ്ടും കംബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഇല്ല, കുഴപ്പമില്ല. അല്ലടാ, പടം സൂപ്പറായിട്ട് അടിപൊളിയായിരുന്നു. നന്നായിട്ട് അടിപൊളി, ഒന്നും പറയാലോ. നയം പൊളിച്ചു. കുഴപ്പമില്ല, ഒരു വാച്ചബിൾ മൂവി. പോരാട്ടാ, നല്ല പടാ. കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയാം. ചേട്ടാ എങ്ങനെയുണ്ട്? മോശമാണോ? മോശം പടം. എങ്ങനെയായിരുന്നു? ഭയങ്കര ശോകട്ടോ, ഭയങ്കര ശോകം. ഇതന്നെ പറയാനുള്ളൂ. സിനിമ ഭയങ്കര പൊട്ട സിനിമയിൽ.